നമസ്തേ, വെരി ഗുഡ് ഈവനിങ്. വാർത്താ കുത്തൊഴുക്കിന്റെ മണിക്കൂറുകളാണ് കടന്നുപോയത്. നമുക്ക് പരിശോധിക്കാം ഒരു പകൽ അരമണിക്കൂറിൽ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ടോപ്പ് 7 at 7ലേക്ക്. അങ്ങനെ കേരളം ഉൾപ്പെടെ 10 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും രണ്ടാം ഘട്ടത്തിൽ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നാളെ മുതൽ നടപടികൾ ആരംഭിക്കും. 2026 ഫെബ്രുവരി 7-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. രാജ്യവ്യാപക SIR-ന്റെ രണ്ടാം ഘട്ട സമയക്രമം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. കേരളം, തമിഴ്നാട്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ലക്ഷദ്വീപ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, പുതുച്ചേരി, രാജസ്ഥാൻ, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടർ പട്ടികയിൽ തീവ്ര പരിഷ്കരണം നടപ്പാക്കുന്നത്. 12 സംസ്ഥാനങ്ങളിലുമായി 51 കോടി വോട്ടർമാരുടെ വിവരങ്ങളാണ് പരിശോധിക്കുന്നത്. നിലവിലുള്ള വോട്ടർ പട്ടിക ഇന്ന് അർദ്ധരാത്രി മുതൽ മരവിപ്പിക്കും. നാളെ മുതൽ SIR നടപടികൾ ആരംഭിക്കുമെന്നും ഡിസംബർ 9-ന് കരട് വോട്ടർ പട്ടികയും 2026 ഫെബ്രുവരി 7-ന് അന്തിമ വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ അറിയിച്ചു. मतदाता सूची को शुद्ध बनाने का कार्य किया और नतीजा आपके सामने है. 0 अपील्स, अर्थात बिहार की मतदाता सूची अधिकतम शुद्ध मानी जाएगी. अब फेज 2 12 राज्यों में या संघ शासित प्रदेशों में आरंभ होने वाला है. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ SIR നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ടിരുന്നെങ്കിലും 2026-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളതിനാൽ രണ്ടാം ഘട്ടത്തിൽ തന്നെ SIR നടപ്പാക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. SIR-ന്റെ ആദ്യഘട്ടം ബീഹാറിൽ വിജയകരമായി പൂർത്തിയാക്കി. അർഹരായവരെ മുഴുവൻ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനും അനധികൃതമായി വോട്ടവകാശം നേടിയവരെ പട്ടികയിൽ നിന്ന് പുറത്താക്കാനുമാണ് SIR നടപടിയെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പറഞ്ഞു. രാജ്യത്ത് ഇതുവരെ 8 തവണ വോട്ടർ പട്ടികയിൽ തീവ്ര പരിഷ്കരണം നടന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നടന്നത് 2002-2004 കാലഘട്ടത്തിലാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ജനം, ഡൽഹി. ഇന്ന് ആലപ്പുഴയിൽ ഒരു ഒന്നാന്തര നാടകം അരങ്ങേറി. പേര് PM ശ്രീയിലെ ചേരിപ്പോര്. ലക്ഷ്യം എന്താണെന്നറിയാമോ? ശബരിമലയിലെ സ്വർണ്ണ കവർച്ച അങ്ങ് മുക്കുക. അഭിനേതാക്കൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. യെസ് പ്രേക്ഷകരെ, PM ശ്രീയിൽ ഒപ്പുവച്ചതുമായി ബന്ധപ്പെട്ട് നാടകം തുടരുകയാണ് CPIയും CPM-ഉം. മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുമെന്ന് വ്യാപക പ്രചരണം ഉണ്ടായിരുന്നെങ്കിലും കൃത്യമായ നിലപാട് ബിനോയ് വിശ്വം മിണ്ടിയില്ല, ഉരിയാടിയില്ല. ഡൽഹിയിൽ അഖിലേന്ത്യാ നേതൃത്വം ഉണ്ടെന്നും ആലോചിച്ച ശേഷം അടുത്ത ഘട്ടത്തിൽ തീരുമാനം പറയാമെന്നുമായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി. ബിനോയ് വിശ്വത്തെ കൂടാതെ CPI മന്ത്രിമാരായ K രാജൻ, GR അനിൽ എന്നിവരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു. ഇതിനുശേഷം CPI സംസ്ഥാന സെക്രട്ടേറിയറ്റും ചേർന്നിരുന്നു. ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല. സംസാരിച്ചു ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ട്. ആ സംസാരം വളരെ കോടികളായിരുന്നു. പക്ഷേ വിഷയങ്ങളുടെ പരിഹാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഞങ്ങൾ അതുകൊണ്ട് അടുത്ത ഘട്ടം പിന്നാലെ അറിയിക്കും. പിന്നാലെ അറിയിക്കാം. യഥോചിതമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ലീഡർഷിപ്പ് ഉണ്ട്, ഇവിടെയുണ്ട്, ഡൽഹിയിലുമുണ്ട്. ആവശ്യപ്പെട്ട എല്ലാ ആലോചനയ്ക്ക് ശേഷം യഥാസമയത്ത് എല്ലാം അറിയിക്കും. എൻ്റെ പൊന്നു ചങ്ങാതി ബഹളം വെക്കല്ലേ, ഷോട്ട് ചെയ്യല്ലേ. അതുകൊണ്ടൊന്നും താങ്കൾ ശാന്തമായിട്ട് നിൽക്ക്. ശബ്ദമായിട്ടൊരു കാര്യമില്ല. ഓഹോ, അങ്ങനെ പറഞ്ഞോ? ഇന്ന് തീരുമാനമില്ല. ഇന്ന് തീരുമാനമില്ല. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, നാട്ടുകാരുടെ മുൻപിൽ, പൊതുജനങ്ങളുടെ മുൻപിൽ CPI CPM പൊട്ടിത്തെറിയാണ്. പക്ഷേ ഇവർ തമ്മിലൊരു അന്തർധാര സജീവമല്ലേ? അശ്വതി, ഇന്ന് രാവിലെ
നിർവാഹക സമിതി യോഗത്തിന് ശേഷം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട LDFിലെ തർക്കം, അത് CPM CPM തമ്മിലുള്ള തർക്കത്തിൽ എന്താണ് CPIയുടെ നിലപാട്, എന്ത് നടപടിയാണ് സ്വീകരിക്കുക, അത് വ്യക്തമാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയം വീണ്ടും ചർച്ചയിലേക്ക് ഇന്ന് ബിനോയ് വിശ്വം CPIയുടെ സംസ്ഥാന സെക്രട്ടറി കൊണ്ടുവന്നത്. എന്നാൽ അതിനുശേഷം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിർവാഹക സമിതി യോഗം ചേർന്നു. അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ത് ചോദിച്ചിട്ടും ഒന്നിനും ഉത്തരമില്ല. ഉത്തരം മുട്ടിയോ CPIക്ക് എന്ന് ചോദിച്ചിട്ട് പോലും മറുപടി ഉണ്ടായിരുന്നില്ല. അതിനുശേഷം മുഖ്യമന്ത്രിയെ കണ്ട ശേഷം സംസാരിക്കുമെന്ന് പറഞ്ഞിരുന്നു. മറ്റു മന്ത്രിമാരും CPI നേതാക്കളും എല്ലാം പറഞ്ഞു തീരുമാനം എന്താണെന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി അറിയിക്കും, അതാണ് കീഴ്വഴക്കമെന്ന് പറഞ്ഞു. എന്നാൽ ഇതിനുശേഷം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞു. അവിടെ 3 CPI മന്ത്രിമാരെ വിളിച്ച് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി. ഇതിനെല്ലാം ശേഷം ഇറങ്ങി വരുമ്പോൾ പറയുന്നു താങ്കൾ നിരാശരാണ്, താങ്കൾ മുന്നോട്ട് വെച്ച കാര്യങ്ങൾക്ക് പരിഹാരം ആയിട്ടില്ല. എന്നാൽ എന്ത് നടപടി സ്വീകരിക്കും, മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമോ, ഒന്നിനും മറുപടിയില്ല, പിന്നീട് അറിയിക്കാം. ഇത് പറഞ്ഞ് വീണ്ടും ഈ ഒരു തർക്കം, ആ ഒരു അനിശ്ചിതത്വം അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയാണ് ഇപ്പോൾ CPIയും CPMും ലക്ഷ്യം വെക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് മറ്റ് വിഷയങ്ങൾ, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന മറ്റ് വിഷയങ്ങളിൽ നിന്നെല്ലാം ജനശ്രദ്ധ പിടിച്ചു മാറ്റാനും അതോടൊപ്പം തന്നെ വാർത്താ പ്രാധാന്യം ഇതിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയുള്ള ഗൂഢനീക്കത്തിൻ്റെ ഭാഗമായ ഒരു നാടകമായി തന്നെ വേണം ഇതിനെ വിലയിരുത്താൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സംസ്ഥാന കമ്മിറ്റി ഇത്ര വിശദമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം കൂടി. നേരത്തെ പറഞ്ഞത് സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ ഇതിൽ തീരുമാനമെടുക്കാൻ ചുമതലപ്പെടുത്തുന്നു. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ D രാജയുമായി ദേശീയ സെക്രട്ടറിക്ക് കത്ത് മുഖാന്തരവും മറ്റും ആശയവിനിമയം നടത്തിയതുമാണ്. അത്തരം കാര്യങ്ങളെല്ലാം ആലോചിക്കുകയും നടപടിയെടുക്കുന്നെങ്കിൽ നടപടിയെടുക്കാൻ CPIക്ക് ദേശീയ തലത്തിൽ നിന്നുള്ള പിന്തുണ ഉണ്ട്. CPI മുന്നണി വിടാനുള്ള സാധ്യത അത് എത്ര ശതമാനത്തോളമാണ്? നടത്തിയ ശേഷം അശ്വതി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPI മുന്നണി വിട്ടാൽ CPI ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ജയിക്കാവുന്ന ഒരു സംസ്ഥാനം പോലും, ഒരു നിയോജക മണ്ഡലം പോലും കേരളത്തിലില്ല. ഇതേ സാഹചര്യത്തിൽ തന്നെ കോൺഗ്രസിലേക്ക് UDFിലേക്ക് പോവുകയാണെങ്കിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള ഒരു മുന്നണി, അതിലുപരിയായി PM ശ്രീയിൽ ഒപ്പുവെച്ച വിവിധ സംസ്ഥാനങ്ങൾ കോൺഗ്രസിൻ്റെ ഭരണത്തിന് കീഴിലുണ്ട്. അപ്പോൾ കോൺഗ്രസും ഇതേ നയം സ്വീകരിക്കുമ്പോൾ PM ശ്രീയെ അംഗീകരിച്ചവർ തന്നെയാണ് കോൺഗ്രസ്സുകാരും. അവിടേക്കും CPIക്ക് ഈ വാദം ഉന്നയിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ CPIയുടെ മുന്നിലെ എല്ലാ വഴികളും അടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ആ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ CPI ശ്രമിക്കില്ല എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. CPI ആ രീതിയിൽ ഈ നാടകം തുടങ്ങി വെച്ചു. ഇപ്പോൾ അത് എവിടെ അവസാനിപ്പിക്കണം എന്നതിലുള്ള ഒരു അനിശ്ചിതത്വം തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മുതലാക്കിക്കൊണ്ട് മോഷണം അടക്കമുള്ള, ശബരിമലയിലെ സ്വർണ്ണമോഷണം അടക്കമുള്ള വാർത്തകൾ, ഇല്ലെങ്കിൽ അത്തരം ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യരാകുന്ന സംഭവങ്ങളെല്ലാം മറച്ചു വെക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ CPMും CPIയും ചേർന്ന് നടത്തുന്നത് എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. അശ്വതി. യെസ്, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ആദ്യം തന്നെ പറയട്ടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൽപേഷ് കാൽപ്പനികനല്ല. അങ്ങനെ ഒടുവിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പോറ്റി പറഞ്ഞ കൽപേഷിനെ നമ്മൾ മാധ്യമങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. രാജസ്ഥാൻ സ്വദേശിയായ കൽപേഷ് ചെന്നൈയിലെ കാളികോൺ ജ്വല്ലറിയിലെ ജീവനക്കാരനാണ്. സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് ലഭിച്ച സ്വർണം ഗോവർദ്ധന് നൽകുക മാത്രമാണ് താൻ ചെയ്തതെന്ന് കൽപേഷ് പറയുന്നു. സഹായമായിട്ടാണ് ചെയ്തത്, പണമൊന്നും ലഭിച്ചില്ല എന്നും കൽപേഷ് വ്യക്തമാക്കുന്നു. ഇടനിലക്കാരൻ എന്ന പേരിൽ ചർച്ചയായ പേരാണ് കൽപേഷ്. അന്വേഷണം ആരംഭിച്ച മാസമൊന്നാകാറായിട്ടും കൽപേഷ് ആരെന്ന കാര്യത്തിൽ വ്യക്തതയും വന്നിരുന്നില്ല. ഒടുവിൽ മാധ്യമങ്ങൾ കണ്ടെത്തിയ കൽപേഷ് രാജസ്ഥാൻ സ്വദേശി, ചെന്നൈയിലെ കാളികുൺ ജ്വല്ലറിയിൽ 12 വർഷത്തിലധികമായി ജോലി ചെയ്യുന്നയാൾ. കാളികുൺ ജ്വല്ലറി ഉടമയ്ക്ക് റൊദ്ദം ജ്വല്ലറിയിൽ നിന്ന് വന്ന ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിലാണ് താൻ സ്മാർട്ട് ക്രിയേഷൻസിൽ പോയതെന്ന് കൽപേഷ് പറയുന്നു. സ്വർണം വാങ്ങി 7 ദിവസത്തിന് ശേഷം ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലറിയിൽ എത്തിച്ചു നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചോ സ്വർണ്ണക്കവർച്ചയെക്കുറിച്ചോ അറിയില്ല. ഇതിനു മുൻപ് സ്മാർട്ട് ക്രിയേഷൻസിൽ പോയിട്ടുമില്ല. Do you know Unnikrishnan Potti? जी नहीं, मैं नहीं जानता से कोई. You know about these theft case, any sort of things about these theft case? जी नहीं मालूम मेरे को. Have you been to Shabarimala or Smart Creations before? नहीं जानता. अब पहली बार मालूम पड़ा और पहली बार उस दुकान में गया था उस टाइम. കാളികുൺ ജ്വല്ലറി ഉടമയും റൊദ്ദം ജ്വല്ലറി ഉടമ ഗോവർദ്ധനും സുഹൃത്തുക്കളാണെന്നാണ് കൽപേഷ് പറയുന്നത്. സ്വർണം ചെന്നൈയിൽ നിന്നും ബെല്ലാരിയിൽ എത്തിച്ചത് സഹായമെന്ന നിലയിലാണ്. ഇതിനായി താൻ പണം വാങ്ങിയിട്ടില്ലെന്നും കൽപേഷ് വാദിക്കുന്നു. റൊദ്ദം ജ്വല്ലറിയിൽ സ്വർണ്ണ ഇടപാടിന്റെ ഭാഗമായി പോകാറുണ്ട്. और मेरे को रुद्रम ज्वेलर्स से मतलब ऐसे फोन आया था ओनर को, तो मुझे भेजा गया था. वहाँ जाके मैंने रिसीव किया था. रिसीव करके लाके उसके 7 दिन के बाद उनको जाके दुकान में दिया है बलारी.
സ്വർണ്ണക്കവർച്ച അന്വേഷിക്കുന്ന പ്രത്യേക സംഘം തന്നെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും കൽപേഷ് പറയുന്നു. കൽപേഷിന്റെ വാദങ്ങൾ എന്തായാലും സ്വർണ്ണക്കവർച്ചയിലെ പങ്കിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വർണം തന്നെ പരിചയമില്ലാത്ത ഒരാളുടെ കയ്യിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്തുവിടുന്നത് എങ്ങനെ? 7 ദിവസം കഴിഞ്ഞാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ലഭിച്ച സ്വർണം കൈമാറിയതെന്നാണ് കൽപേഷിന്റെ പ്രതികരണം. അത്രയും ദിവസം ഈ സ്വർണം എവിടെ സൂക്ഷിച്ചു? ഇതടക്കമുള്ള ആശയക്കുഴപ്പങ്ങളിൽ വ്യക്തത വരണമെങ്കിൽ കൽപേഷിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും വേണം. ജനം, തിരുവനന്തപുരം. പിണറായി സർക്കാർ അമ്പലം വിഴുങ്ങുകളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ആരായി പറയുന്നത്? ഭരിക്കുന്ന കാലത്ത് ദേവന്റെ സ്വത്ത് മുഴുവൻ കട്ടുമുടിച്ച കോൺഗ്രസ് കമിഴ്ന്ന് വീണാൽ കാൽപ്പണം അടിച്ചു മാറ്റുന്ന കൊള്ളക്കാരാണ്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൊതിയാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കുന്നതിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നിർബന്ധം പിടിച്ചതായും വി.ഡി. സതീശൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നാട്ടിലാരും അറിഞ്ഞിട്ടില്ല എന്ന് കരുതി 2025 ഒന്നും കൂടി പൂശാൻ ആഗ്രഹം. മനസ്സിലായിക്കോളൂ നിങ്ങൾ. 2019 പൂശിയ സാധനം 2025 ഒന്നും കൂടി പൂശണം. കാരണം നേരത്തെ കിട്ടിയ തുക 40 കൊല്ലത്തെ വാറന്റിയാ. നേരത്തെ കിട്ടിയേക്കുന്ന തുകയുടെ വലിപ്പം അറിയാവുന്നതുകൊണ്ടാണ്. അപ്പൊ ഒന്നും കൂടി പൂശണം. അപ്പൊ തിരുവാഭരണം കമ്മീഷൻ പറഞ്ഞു അത് പുറത്തേക്ക് കൊണ്ടുപോകണ്ട, അങ്ങോട്ട് മദ്രാസിലേക്ക് കൊണ്ടുപോകണ്ട, ഇവിടെ വെച്ച് തന്നെ ചെയ്താൽ മതിയെന്ന്. കോടതി ചോദിക്കുകയാണ്, ഒരാഴ്ചയ്ക്കും തിരുവാഭരണം കമ്മീഷൻ മലക്കം പറഞ്ഞു. അതെന്താ കാര്യം എന്താ? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ടിട്ട് പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുക്കണം. അല്ല, പോറ്റിക്ക് കൊടുത്താലേ ഇത് അടിച്ചു മാറ്റാൻ പറ്റുള്ളൂ, ഷെയർ കിട്ടുള്ളൂ. 2025 ഇതെങ്ങാൻ കൊണ്ടുവരുന്നെങ്കില, ഇപ്രാവശ്യം പോറ്റി വന്നിരുന്നെങ്കില, ഭാഗ്യത്തിന് കോടതി അറിഞ്ഞ് കോടതി ഇടപെട്ടതുകൊണ്ടാ. ഇല്ലെങ്കിൽ കഥക് പോയി, കട്ട്ള പോയി, ദ്വാരപാലക ശില്പം പോയി, അയ്യപ്പന്റെ തങ്ക വിഗ്രഹം കൂടി അടിച്ചോണ്ട് പോയി. അതായിരുന്നു നോട്ടം. അയ്യപ്പനത് മനസ്സിലായി. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ CBI അന്വേഷണ സാധ്യതകൾ മങ്ങുകയാണ്. സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ലാത്തതാണ് CBI അന്വേഷണത്തിന് തടസ്സം. സംസ്ഥാന സർക്കാരോ ഹൈക്കോടതിയോ അന്വേഷണത്തിന് നിർദ്ദേശിച്ചാൽ മാത്രമേ CBIക്ക് അന്വേഷണത്തിന് വഴി തെളിയൂ. സംസ്ഥാന പോലീസിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം നടക്കുന്ന ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ഗൂഢാലോചനയടക്കം പുറത്തുവരാൻ CBI അന്വേഷണം അനിവാര്യമാണെന്നാണ് വിലയിരുത്തൽ. കേസിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിന് എത്തുന്നതിനോട് സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ലാത്തതാണ് CBI അന്വേഷണത്തിന് തടസ്സം. സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചാൽ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിജ്ഞാപനമനുസരിച്ച് CBIക്ക് അന്വേഷണം ഏറ്റെടുക്കാൻ കഴിയും. കവർച്ച നടത്തിയ 576 ഗ്രാം സ്വർണം ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ തെളിവെടുപ്പിൽ SIT പിടിച്ചെടുത്തിരുന്നു. എന്നാൽ സ്വർണ്ണക്കവർച്ച ഗൂഢാലോചന വെളിച്ചത്ത് കൊണ്ടുവരുന്നതിൽ സംസ്ഥാന പോലീസ് നിയന്ത്രിക്കുന്ന അന്വേഷണം എത്രമാത്രം കാര്യക്ഷമമാകുമെന്ന് സംശയമാണ്. ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവിട്ടാലും CBI അന്വേഷണം സാധ്യമാകും. കേസിൽ CBI അന്വേഷണം എന്ന ആവശ്യം ശക്തമാണ്. ജനം, കൊച്ചി. ഓംബുഡ്സ്മാന്റെ നിർദ്ദേശത്തിനും ഇവിടെ പുല്ലുവിലയാണ്. ദേവന്റെ ഭൂമി തിരിച്ചുപിടിക്കാൻ നിർദ്ദേശിച്ചിട്ടും അനക്കമില്ലാതെ ദേവസ്വം ബോർഡ്. ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടെ അന്യാധീനപ്പെട്ട ദേവസ്വം ഭൂമി മുഴുവൻ തിരിച്ചുപിടിക്കണമെന്ന ഓംബുഡ്സ്മാൻ നിർദ്ദേശിച്ചിരുന്നു. ആ നിർദ്ദേശം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അങ്ങ് കാറ്റിൽ പറത്തി. 2016 വന്ന നിർദ്ദേശത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാത്തതിൽ ദുരൂഹത തന്നെ. കോടികൾ മൂല്യമുള്ള ഭൂമി വെറുതെ വിട്ടുകളയുന്നത് ആരെ സഹായിക്കാനെന്ന ചോദ്യമാണ് ഉയരുന്നത്. 2016 ഓംബുഡ്സ്മാൻ നൽകിയ നിർദ്ദേശങ്ങളുടെ പകർപ്പ് ജനം TV പുറത്തുവിട്ടു. ജനം ബ്രേക്കിംഗ്. കോടികൾ വിലമതിക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റ് അടക്കമുള്ള ദേവസ്വം ഭൂമി അന്യാധീനപ്പെട്ടുവെന്ന ദേവസ്വം ബോർഡിന് കൃത്യമായി അറിവുണ്ടായിരുന്നു. പക്ഷേ അത് തിരിച്ചുപിടിക്കാൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്ന ചോദ്യം ഉയർന്നിരുന്നു. ഇതിനിടയിലാണ് ജനം TV മറ്റൊരു പ്രധാനപ്പെട്ട രേഖ പുറത്തുവിടുന്നത്. ഇത് ദേവസ്വം ഓംബുഡ്സ്മാൻ അന്യാധീനപ്പെട്ടുപോയ ദേവസ്വം ഭൂമി തിരിച്ചുപിടിക്കണമെന്ന ദേവസ്വം ബോർഡിന് നൽകിയ നിർദ്ദേശത്തിന്റെ പകർപ്പാണ്. 2016 നൽകിയ ഈ നിർദ്ദേശം ഇപ്പോഴും ഫയലിൽ സുഖമായി ഉറങ്ങുന്നു. ആർക്ക് വേണ്ടിയാണ് ദേവസ്വം ബോർഡിന്റെ ഈ മൗനം?
ജനം TV ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ഹൈന്ദവ സംഘടനാ നേതാക്കൾ രംഗത്തെത്തി. ദേവസ്വം ഭൂമി എത്രയും വേഗം തിരിച്ചു പിടിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു പറഞ്ഞു. ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇതിന്റെ ഉത്തരവാദികൾ ദേവസ്വം ബോർഡാണ്. ശരിക്കും ഒരു ക്രിമിനൽ നെഗ്ലിജൻസ് ആണ്, കുറ്റകരമായ അനാസ്ഥ. ഇതിന് ഇത്തരം ഉത്തരവാദികളായവർ മുഴുവൻ ശരിക്കും പറഞ്ഞ് ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഈ ദേവസ്വത്തിന്റെ ഭൂമി നഷ്ടപ്പെടാൻ ഇടയാക്കിയ, അത് സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട ആളുകളെയൊക്കെ കണ്ടെത്തി അവരെ ശിക്ഷിക്കേണ്ടതാണ്. ആ നിലയ്ക്കാണ് ഇപ്പോ ഈ കാര്യത്തിലും അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഭൂമി അത് ദേവസ്വം ഭൂമിയാണ്. അത് വീണ്ടെടുക്കാൻ എല്ലാവിധ സഹായവും അല്ലെങ്കിൽ നേതൃത്വവും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം, ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവണം. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മറ്റു പല താല്പര്യമുണ്ട്. ചെറുവള്ളി എസ്റ്റേറ്റിനെ സ്വന്തമാക്കിക്കൊണ്ട് അവിടെ മറ്റു പല താല്പര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാം. ഭൂമി കച്ചവടത്തിന് വേണ്ടി, ഭൂമാഫിയുടെ താല്പര്യത്തിന് വേണ്ടി ഒക്കെ ഉപയോഗിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. പക്ഷെ ദേവസ്വത്തിനാണ് ആ ഭൂമി നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യം വളരെ ഗൗരവമായിട്ട് സർക്കാരും ദേവസ്വം ബോർഡും പരിഗണിക്കേണ്ടതാണ്. ദേവസ്വം ബോർഡിന്റെ കെടുകാര്യസ്ഥതയാണ് ഇവിടെ തെളിയുന്നതെന്ന് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SGR കുമാർ പറഞ്ഞു. അപ്പൊ ഇത്തരത്തില് അടിസ്ഥാനപരമായിട്ട് യാതൊരു അവകാശമില്ലാത്ത ഭൂമിയിൽ കൈവശപ്പെടുത്തി, മലയാളം പ്ലാന്റേഷൻ കൈവശപ്പെടുത്തിയും അത് അനധികൃതമായിട്ട് മറ്റൊരാളെ ഏൽപ്പിച്ചു. അതിന് കൂട്ടുനിന്നുകൊണ്ട് സർക്കാർ, അതിനെല്ലാം കൂട്ടുനിന്നുകൊണ്ട് ദേവസ്വം ബോർഡ്. ഇത്തരത്തില് ദേവസ്വം ഭൂമി ഈ പിടിച്ചെടുക്കുന്ന, നമുക്കറിയാം കൊട്ടിയൂർ ദേവസ്വത്തിന്റെ തന്നെ വളരെയധികം ഏക്കർ, ആയിരക്കണക്കിന് ഏക്കർ സ്ഥലമാണ് തിരിച്ചു കൊടുക്കാനായിട്ട് ഉത്തരവുണ്ട്. ഇന്ന് വരെ നടപ്പാക്കിയിട്ടില്ല. മാഫിയ വാഴുന്ന ദേവസ്വത്തിന് പകരം ദേവൻ വാഴുന്ന ദേവസ്വം ആകുന്നതുവരെ ജനം TV ഏറ്റെടുത്ത ഈ ഉദ്യമം മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് ഹിന്ദു ഐക്യവേദി രക്ഷാധികാരി ശശികല ടീച്ചർ വ്യക്തമാക്കി. മാഫിയ വാഴും ദേവസ്വങ്ങൾ എന്നതിൽ നിന്ന് ദേവൻ വാഴും ദേവസ്വങ്ങൾ എന്ന സ്ഥിതിയിലേക്ക് അതിനെ എത്തിക്കുന്നത് വരെ നമുക്കൊക്കെ വിശ്രമമില്ലാതെ വരുതണം. അതിലൊരു കാര്യം കൂടി പെടുത്തട്ടെ. 3 ദേവസ്വങ്ങളുടെ കാര്യം പറഞ്ഞു. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ 3 ദേവസ്വങ്ങളുടെ വിടല്ല. ഇരിങ്ങാലക്കുട ദേവസ്വം, ഗുരുവായൂർ ദേവസ്വം ഒന്നും ഇതിൽ നിന്ന് മുക്തമല്ല. ഇരിങ്ങാലക്കുട ദേവസ്വത്തിന്റെ ഭൂമി ഹിന്ദു ഐക്യവേദി ലക്ഷങ്ങൾ ചെലവഴിച്ച് പ്രക്ഷോഭം നടത്തി, കേസ് നടത്തി വീണ്ടെടുത്ത് അത് വീണ്ടും പിന്നെ വിട്ടുകൊടുക്കാനൊക്കെ ഒരുപാട് ത്യാഗം സഹിക്കേണ്ടി വന്നൊരു സംഘടനയാണ് ഹിന്ദു ഐക്യവേദി. ഇപ്പോഴും ഇരിങ്ങാലക്കുട ദേവസ്വത്തിന്റെ പല ഭൂമിയും ഈ പറഞ്ഞ പോലെ തന്നെ പൊരുതിയാൽ തിരിച്ചു കിട്ടാവുന്നതാണ് എന്ന അവസ്ഥയിൽ കണ്ടെത്തുന്നത്. 2 ദേവസ്വങ്ങളെ കൂടി വിടരുത് എന്ന് ആദ്യം ഞാൻ പറയും. ജനം, കൊച്ചി. വീണ്ടും ഭാരതത്തിനെ പ്രകോപിപ്പിച്ച് ബംഗ്ലാദേശ്. ഭാരതത്തിന്റെ ഭൂപ്രദേശങ്ങൾ ബംഗ്ലാദേശിന്റെ ഭൂപടത്തിൽ ഉൾപ്പെടുത്തി ഇടക്കാല ഭരണത്തലവൻ മുഹമ്മദ് യൂനുസ്. എന്തിനുള്ള പടപ്പുറപ്പാടാണെന്ന് കണ്ടറിയണം. അസം ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഭാഗങ്ങളാണ് ബംഗ്ലാദേശിന്റെ ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയത്. പാകിസ്ഥാൻ സൈനിക ജനറൽ സാഹിർ ഷംഷാദ് മിർസയ്ക്ക് നൽകിയ ഉപഹാരത്തിലാണ് ഈ പ്രകോപനപരമായ നീക്കം. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ ഓവറോൾ കിരീടം ഉറപ്പിച്ച ആതിഥേയരായ തിരുവനന്തപുരം ജില്ല. ഇതുവരെ 1785 പോയിന്റുകളാണ് തിരുവനന്തപുരം സ്വന്തമാക്കിയത്. 861 പോയിന്റുമായി തൃശൂർ 2ാം സ്ഥാനത്ത് തുടരുകയാണ്. ചാമ്പ്യന്മാർക്കുള്ള മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് വൈകിട്ടോടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിച്ചു. 117.5 പവൻ തൂക്കമുള്ള സ്വർണ്ണക്കപ്പ് 22 ക്യാരറ്റിലാണ് നിർമ്മിച്ചത്. കിഴക്കേക്കോട്ട മലബാർ ഗോൾഡ് റീറ്റെയിൽ ഹെഡ് R. അബ്ദുൽ ജലീലിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഏറ്റുവാങ്ങിയ സ്വർണ്ണക്കപ്പ പഴവങ്ങാടി ജംഗ്ഷനിൽ നിന്ന് നിരവധി ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിച്ചത്. നാളെയാണ് കായികമേളയ്ക്ക് സമാപനമാകുക. വൈകിട്ട് 4-ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന പരിപാടിയിൽ ഗവർണർ രാജേന്ദ്ര R. ലേക്കറാണ് മുഖ്യാതിഥി. ഉത്തര മലബാറിൽ വീണ്ടും ഒരു തെയ്യക്കാലത്തിന് കൂടി തുടക്കം കുറിച്ച് തുലാം 10 പിറന്നു. ഇനിയുള്ള നാളുകൾ മലബാറിലെ കാവുകളിലും തറവാടുകളിലും ഒക്കെയുള്ള തെയ്യാട്ടക്കാലമാണ്. വ്രതാനുഷ്ഠാനത്തോടെ തെയ്യം കലാകാരന്മാരും ഈ തെയ്യക്കാലത്തെ വരവേൽക്കുന്നു. ഈ റിപ്പോർട്ടോടെ ടോപ്പ് 7 at 7 പൂർണ്ണമാകുന്നു. നമസ്തേ. ഇനി തോറ്റമ്പാട്ടിന്റെ ഈരടിക്കും ചീനിക്കുടലിന്റെ നാദത്തിനുമൊപ്പം ഓരോ മനുഷ്യഹൃദയവും സഞ്ചരിക്കുന്ന കാലം. അതെ, ഉത്തരമലബാറിൽ ഇനി തെയ്യാട്ടക്കാലം. മനുഷ്യൻ ദൈവക്കരുവായി മാറുന്ന തെയ്യക്കാലം. ദൈവങ്ങൾ മണ്ണിലേക്ക് ഇറങ്ങി വരുമ്പോൾ വരവേൽക്കാൻ ചൂട്ടുകറ്റയുടെ ചുവന്ന വെളിച്ചത്തിലേക്ക് നാടൊന്നായി ചേരുന്ന നിറഞ്ഞ കാഴ്ചകളാണ് ഇനി.
കഠിന വ്രതമെടുത്ത് തിരുമുടിയേന്താൻ തെയ്യം കലാകാരന്മാരും ഒരുങ്ങിക്കഴിഞ്ഞു. തെയ്യം മലബാറിലെ വിശ്വാസികൾക്ക് ദേവതാ സങ്കല്പം മാത്രമല്ല, ഭക്തിയുടെയും സംസ്കാരത്തിൻ്റെയും ആരാധനയുടെയും ഒത്തൊരുമയുടെയും പര്യായം കൂടിയാണ്. ജനം, കണ്ണൂർ.